നമസ്കാരം. കേരളം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എല്ലാവരും ഒന്നുമില്ല. ഈ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തെ സ്നേഹിക്കുകയും അതിനെ അകമഴിഞ്ഞ് ആരാധിക്കുകയും അതിലെ പല നടീനടന്മാരെയും കണ്ട് ഇഷ്ടപ്പെടുകയും അവരുടെ അഭിനയ കഴിവിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്ത പലർക്കും ഇപ്പോൾ സിനിമയിൽ നടക്കുന്ന AMMA എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല സംഭവങ്ങളും വിഷമമുണ്ടാക്കുന്നതാണ്, നിരാശയുണ്ടാക്കുന്നതാണ്, അതിലേറെ അപമാനമുണ്ടാക്കുന്നതാണ്. ഒരു നടനെക്കുറിച്ചും നല്ലത് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലെന്ന് പറയാം. ആ നടൻ്റെ അഭിനയം മികച്ചതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആ നടനല്ലേ ഇന്ന നടിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ കേസിലാകപ്പെട്ടത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ സിനിമാ പ്രേമികൾ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു നടന്മാരെക്കുറിച്ചും നല്ലത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. നല്ലത് പറഞ്ഞാൽ അത് ആകെപ്പാടെ ഏണിക്കേസാവും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിലുള്ള ഒരു ചർച്ച. ഇനിയിപ്പോൾ നമുക്കറിയാം, മുകേഷിന് കിട്ടി, ഇടവേള ബാബുവിന് കിട്ടി, പക്ഷേ സിദ്ദിഖിന് മാത്രം കിട്ടിയില്ല. എന്താണ് അത് തന്നെ? മുൻകൂർ ജാമ്യം. എന്തുകൊണ്ടാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്? നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം വേണം. ഇപ്പോൾ നമ്മളൊരു കേസിൽ അകപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കും. അത് സമീപിക്കുന്നത് ജില്ലാ കോടതിയെയാണ് ആദ്യം നമ്മൾ സമീപിക്കുക. അപ്പോൾ ജില്ലാ കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല എന്ന് വെക്കുക, മുൻകൂർ ജാമ്യം, നമുക്ക് നേരെ ഹൈക്കോടതിയെ സമീപിക്കാം. ഇത് ഓരോ തട്ടുകളായിട്ടാണ് പോകുന്നത്. ഇനി അവിടെ നിന്ന് തള്ളുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം തരാൻ സൗകര്യം ഇല്ല എന്ന് കൊണ്ട് കോടതിയെ തള്ളിക്കളഞ്ഞാൽ, ജില്ലാ കോടതി തള്ളിക്കളഞ്ഞാലും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. അപ്പോൾ ഇവിടെ മുകേഷും ഇടവേള ബാബുവും അവർക്ക് കിട്ടി, മുൻകൂർ ജാമ്യം കിട്ടി. കാരണം അവർ ആദ്യം പോയത് ജില്ലാ കോടതിയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ അവർ മുൻകൂർ ജാമ്യം എടുത്തു. ഇവിടെ എന്നാൽ സിദ്ദിഖ് പോയത് നേരെ ഹൈക്കോടതിയിലേക്കാണ്. ഇനി ഹൈക്കോടതിയിൽ നിന്ന് നേരെ സുപ്രീം കോടതിയിലേക്ക് പ്രൊവിഷനുള്ളൂ. അപ്പോൾ ഇനി സിദ്ദിഖ് സുപ്രീം കോടതി പോയാൽ മാത്രമേ ഇനി മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ ജാമ്യം പരിഗണിക്കാൻ പറ്റൂ. ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ അറസ്റ്റ് നടത്തിയിരിക്കും. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി സർക്കാർ അല്ലെങ്കിൽ സുപ്രീം കോടതി സ്വീകരിച്ചാൽ മാത്രമേ ഈ കേസ് അല്ലെങ്കിൽ ഈ അറസ്റ്റിനെ തടയിടാൻ പറ്റുള്ളൂ. അപ്പം അവിടെ പോകണം, പരാതി കൊടുക്കണം, അത് സ്വീകരിക്കണം. ഇങ്ങനെ തുടങ്ങിയ കുറേ ചടങ്ങുകൾ കൂടി സിദ്ദിഖിന്, കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. എന്നാൽ അത് മാത്രമാണോ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യം നിഷേധിക്കാനുള്ള കാരണം? എന്നാൽ അല്ല. നമുക്കറിയാവുന്ന പോലെ മുകേഷ് കേസിൽ അകപ്പെട്ടു. മുകേഷിനെതിരെ ഒരു നടി പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ട് പറഞ്ഞത് എന്താണ്? എന്നെ പല പ്രാവശ്യം അദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. മുകേഷ് മാന്യമായി തന്നെ പറഞ്ഞു, ഞാൻ ആ നടിയെ അറിയും, നടിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം മുകേഷ് തുറന്നു പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം താൻ പറയുന്ന ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം തന്നോട് പണം ആവശ്യപ്പെട്ടു ഈ നടി എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അതായത് മുകേഷ് കൃത്യമായി അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ നടി പണം ആവശ്യപ്പെട്ടത്, അതിൻ്റെ രേഖകൾ കോടതി സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ഈ നടി പണം ലഭിക്കാതായി വന്നതോടുകൂടി മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി എന്നുള്ള രീതിയിൽ ആ കേസിനെ കാണുകയും അങ്ങനെ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇനി സിദ്ദിഖിന് എന്താ പറ്റിയത്? സിദ്ദിഖിനെതിരെ ആരോപണം വന്ന സമയത്തും, അതായത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് സിദ്ദിഖ് ഒരു നടിയെ പീഡിപ്പിച്ചത് എന്നുള്ള, അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചത് എന്നുള്ള തരത്തിലുള്ള, ഉപദ്രവിച്ചത് എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് ആ നടി പറഞ്ഞിരുന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തേ ഇല്ല എന്ന് ഉള്ള രീതിയിൽ അവരെ നിഷ്കരണം തള്ളിക്കളയുന്ന രീതിയിലുള്ള പരാമർശമാണ് സിദ്ദിഖ് നടത്തിയിട്ടുള്ളത്. അതായത് ഈ നടിയുടെ ഇതിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും അന്വേഷണങ്ങളിൽ ഈ പറയുന്ന നടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാവുകയും ഈ നടി പറഞ്ഞിരിക്കുന്ന തെളിവുകളും അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ടാലി ചെയ്ത് നോക്കിയപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായി സിദ്ദിഖാണ് കള്ളം പറയുന്നത്, സിദ്ദിഖാണ് കള്ളൻ എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ചിലരൊക്കെ അതിന് മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഇടവേള ബാബുവിൻ്റെയും മുകേഷിൻ്റെയും ഒക്കെ ഒരു വർഗീയതയുമായി അല്ലെങ്കിൽ അവരുടെയൊക്കെ സമുദായവുമായി ബന്ധപ്പെടുത്തി ചില ചർച്ചകളൊക്കെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സിദ്ദിഖ് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട്, ന്യൂനപക്ഷക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത്, സിദ്ദിഖ് പല ഘട്ടങ്ങളിൽ, ഇനിയിപ്പോൾ പറയാമല്ലോ, ഈ രാമൻപിള്ളയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത്. അതായത് ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ നടിയുടെ അഭിപ്രായ പ്രകാരം ഈ പറയുന്ന ഫേസ്ബുക്കിലൂടെ ഈ കുട്ടീനെ പരിചയപ്പെടുന്നു, ഈ നടിയെ പരിചയപ്പെട്ടതിന് ശേഷം ഫേസ്ബുക്കിൽ നിരന്തരമായി സിദ്ദിഖ് മെസ്സേജ് അയക്കുമായിരുന്നു. മെസ്സേജ് അയച്ച് സിനിമയിൽ അവസരം തരാം, സിനിമയിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒപ്പിച്ചു തരാം, എൻ്റെ മകൻ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവൻ്റെ സിനിമയിൽ ഞാനൊരു അവസരം വാങ്ങിത്തരാം എന്നൊക്കെ ഈ നടിയോട് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ പറഞ്ഞ്, ഞാൻ മസ്കറ്റ് ഹോട്ടലിൽ ഞാൻ താമസമുണ്ട്, നിളയിലേക്ക് വരണം,
അവിടെ ഞാൻ താമസമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനെയും അമ്മയും കൂട്ടിയിട്ടൊക്കെ വന്നു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നടി പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ, ഈ പറഞ്ഞതെല്ലാം ഒരു കറക്റ്റായിട്ടുള്ള ഒരു പിക്ചറിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു അന്വേഷണമൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സിദ്ദിഖ് പെട്ടെന്നൊരു പരിപാടി ചെയ്തു. സിദ്ദിഖിൻ്റെ ഫേസ്ബുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിക്കുക, അതൊരു തെളിവായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞ, അല്ലെങ്കിൽ ആ നടി പറഞ്ഞ ഒരു തെളിവുകളിലൊന്ന് ഫേസ്ബുക്കിലൂടെ അയച്ച മെസ്സേജുകളായിരുന്നു. അപ്പോൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. അതായത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അല്ലെങ്കിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ള നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു. അതായത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കോടതിക്ക് മനസ്സിലായി, ഇനി ഇദ്ദേഹത്തെ പുറത്തു വിട്ടാൽ ഇങ്ങനെ പല രീതിയിലും പ്രവർത്തികൾ കാണിക്കും, പല തെളിവുകളും നശിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിനെ ഒരു ഇതായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് ഈ തെളിവ് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി നിഷേധിച്ചത്. അതുമാത്രമല്ല, നമുക്കറിയാം ഈ പറയുന്ന ബലാത്സംഗം എന്ന് പറയുന്ന ഒരു കേസ് 375 വകുപ്പിൽ പെടുന്നതാണ്. അപ്പം 375 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലേ? അത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇപ്പം ഉഭയകക്ഷി സമ്മതപ്രകാരം അല്ലാതെ ചെയ്യുന്ന കേസിന് പോലും, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു ഇത് ഉഭയകക്ഷി സമ്മതത്തോടെ അല്ലാതെ നടക്കുന്ന എല്ലാം ഇതിന് പറയുന്ന ഈ 375 വകുപ്പിൽപ്പെടുന്ന കേസുകളാണ്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ മറ്റൊരു കാര്യം. അതിനുശേഷം ഈ ബി രാമൻപിള്ള എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കുറേ വാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കാര്യം 2016 നടന്ന ഒരു സംഭവത്തിൽ 8 വർഷത്തിന് ശേഷം, അതായത് 24 എങ്ങനെ കേസെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നിരവധി നടികൾ ഈ രീതിയിൽ പലർക്കെതിരെയും ആരോപണവുമായി വന്നു. ഈ പ്രസ്തുത നടി തന്നെ 14 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നൊക്കെയുള്ള വാദമുഖങ്ങൾ അവിടെ നിരത്തി. പക്ഷെ ആ നടി കൃത്യമായി സിദ്ദിഖ് തനിക്കെതിരെ നടത്തിയ ആക്ഷേപത്തെക്കുറിച്ച് മാത്രമാണ് വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നടിയുടെ വാക്ക് വിശ്വസിച്ചാൽ തന്നെയും ഈ പറയുന്ന സിദ്ദിഖ് 375 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ കുട്ടി മിണ്ടിയില്ല, അല്ലെങ്കിൽ ഈ നടി മിണ്ടിയില്ല എന്നുള്ളതിനെക്കുറിച്ചും, അതായത് 16 നടന്ന ഒരു സംഭവത്തെ 24 പരാതിയായിട്ട് വന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് 17, അതായത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇതേ നടി തന്നെ അവരുടെ ഫേസ്ബുക്കിൽ കൃത്യമായി ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ സിദ്ദിഖിനെ എതിരായിട്ട് വരുന്നുണ്ട്. അതായത് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അവിടെ 375 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം നടത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഈ നടി ഇത്രയും കാലം മിണ്ടിയില്ല എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് വി രാമൻപിള്ളയുടെ ആ വാദത്തിന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ വന്നു. കാര്യം 2017 തന്നെ ഈ നടി സിദ്ദിഖിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വ്യക്തമായി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ തെളിവ് നശിപ്പിക്കൽ മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞിട്ട് ഈ നടിയെ അറിയില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിദ്ദിഖ് എന്ന് പറയുന്ന നടന് എതിരായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിദ്ദിഖിനെതിരായ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയത്. ഇനിയും സുപ്രീം കോടതിയിൽ പോയിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള വാദഗതികൾ വീണ്ടും അവിടെ സുപ്രീം കോടതിയിലും ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് സിദ്ദിഖിനെ ഇപ്പോൾ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ജാമ്യം, അല്ലെങ്കിൽ ഇവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സുപ്രീം കോടതിയിലും സിദ്ദിഖിന് നിലനിൽപ്പുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.